പലതരത്തിലുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടും എന്നുള്ളതാണ്. പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ വിവാഹശേഷം വൈഫിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ പാരൻസിനെ അഡിഷനാക്കി വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. കാരണം അവർ ജനിച്ചു വളർന്ന കാലം മുതൽ എൻ്റെ പാരൻസാണ് എനിക്കെല്ലാം ചെയ്തു തന്നത്, അപ്പോൾ എൻ്റെ പാരൻസ് മതി. വൈഫിന് ഒരു സെക്കൻഡ് സ്ഥാനം കൊടുക്കുന്ന ആളുകളുണ്ട്. പാരൻസിന് പ്രാധാന്യം കൊടുക്കരുതെന്നല്ല, പാരൻസിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണം, റെസ്പെക്റ്റോടുകൂടി കാണണം എന്നുള്ളതാണ്. പക്ഷേ വൈഫിന് എപ്പോഴും ഒരു സെക്കൻഡ് സ്ഥാനം കൊടുക്കുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എപ്പോഴും അടിച്ച് പൊളിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അവർ എല്ലാവരുടെയും കാര്യം ചെയ്തു കൊടുക്കും, പക്ഷേ അവരെപ്പോഴും 24 hours ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിയുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും തൻ്റേതായൊരു ലോകത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടേക്ക് ആരെയും കടത്തിവിടില്ല. തൻ്റെ എൻജോയ്മെൻറ്റ്, തൻ്റെ ലൈഫ്, തൻ്റെ കരിയർ, തൻ്റെ ജോബ് എന്നിങ്ങനെ നടന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ആളുകളെ കാണാമെന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും വിവാഹം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ സെക്കൻഡ് സ്റ്റേജാണ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ നമ്മുടേതായ ഒരു ലോകം പടുക്കണം. അതായത് ഒരു പുതിയ തലമുറയാണത്, ഒരു ജനറേഷനാണ്, രണ്ടാമതൊരു ജനറേഷനാണത്. അപ്പോൾ വിവാഹശേഷം ഭാര്യ, കുട്ടികൾ എന്നുള്ളൊരു ലോകം അവർക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിന് തന്നെയാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബാക്കിയുള്ളവരെല്ലാവരും നമുക്ക് വേണം, റെസ്പെക്റ്റ് വേണം, സ്നേഹം വേണം, അവർ നമ്മുടെ സറൗണ്ടിങ്സിൽ വേണം. എന്നാൽ പ്രാധാന്യം എപ്പോഴും കൊടുക്കേണ്ടത് തൻ്റെ വൈഫ്, തൻ്റെ കുട്ടികൾ എന്നുള്ള ഒരു രീതിയിലാവണം എന്നുള്ളതാണ്. അല്ലാതെ അവരവരുടെ ലോകത്ത് ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയാണ് പിന്നെ തീരുമാനിക്കേണ്ടത് വിവാഹമേ വേണ്ട എന്നുള്ളതാണ്. വിവാഹം വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്.